ഞങ്ങളെ നടത്തുന്ന വഴികളെ ഓർക്കുന്ന അവന്റെ കരങ്ങളിൽ ആശ്രയിക്കുവാനായിട്ട് നേടിയാണ് ഒന്നും കുടിക്കുന്നില്ല മക്കൾക്ക് അല്പസമയത്ത് തിരുവല്ലായി ഞങ്ങളെ ശക്തീകരിക്കുകയും വെളിപ്പെടുത്തിച്ചിട്ട് കൃപയിൽ കൂടുതലും മാറുന്നതോടെ തന്നെ യേശു കഴിഞ്ഞ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുന്ന ഇന്ന് നമുക്ക് അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എല്ലാവർക്കും സുഗന്ധിതമായ ഒരു വാക്യം. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ പിടിച്ചാൽ. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു സമ്പർക്ക പരിപാടിയാണ് നാം ഇവിടെ കേട്ടത്. ശിഷ്യന്മാരോട് സംസാരിക്കുന്നതായ കാര്യം, അതായത് നിങ്ങളുടെ ഹൃദയം കരുതിപ്പോൾ അത് ശിഷ്യന്മാരോട് പറഞ്ഞതായ വാക്യങ്ങളാണ്. എന്നിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര തുടർന്നാൽ നിങ്ങളുടെ യാത്ര ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളത് അവരെ ശക്തിപ്പെടുത്തുന്നതായ അനുഭവമാണ്. അതായത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിൽ വിശ്വസിപ്പി. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ അടുത്തു വന്ന് അവന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു അനുഭവം മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവ് വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വളരെ വളരെ അകന്നു പോയിരിക്കുന്നു. സമ്പത്തിലും ബലത്തിലും ഏത് രീതിയിലാണ് എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഓർത്തുകൊണ്ട് അതിൽ തന്നെ ലോകമയത്തിൽ മനുഷ്യൻ ആകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവം മനുഷ്യനെ തള്ളിക്കളയും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പാപങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും കുറച്ചവനായ നമുക്ക് നൽകി തന്നതായ അനുഭവങ്ങളെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുകയാണ്. അതായത് കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതായത് മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നിത്യരക്ഷ, നിത്യമായ രക്ഷ നമുക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നതാണ്. ആ നിത്യരക്ഷയുടെ അവകാശത്തിൽ എണ്ണപ്പെട്ട മക്കളായി ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായിരുന്നാലും ഏതെല്ലാം വിധത്തിൽ നമുക്ക് അനുഗ്രഹകരമായ രീതിയാണ് ഉള്ളത് എങ്കിലും ഇതൊന്നും നമുക്ക് നിലനിൽക്കുന്നതായ ഒരു കാര്യമല്ല. സമ്പത്തിൽ ആശ്രയിച്ചാലും ബലത്തിൽ ആശ്രയിച്ചാലും ശക്തിയിൽ ആശ്രയിച്ചാലും ഏത് തരത്തിൽ നോക്കിയാലും ഇതൊന്നും നമുക്ക് നിലനിൽക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും നമുക്ക് സമാധാനം നൽകി തരുന്നില്ല. കർത്താവ് പറയുന്നു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ ഈ ലോകത്തിന്റെ സമാധാനം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ നമ്മൾ സമ്പാദിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ നമുക്ക് അതുകൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല എന്ന് തിരുവനന്തപുരം തന്നെ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ സ്ഥലം നിങ്ങൾ അവകാശമാക്കുവാൻ, അവിടുന്ന് അനേകരെ നേടിയെടുക്കുവാൻ, അനേകരെ കൂടി ദൈവത്തെ സുവിശേഷിച്ചുകൊണ്ട് അനേക ആത്മാക്കളെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നേടിയെടുക്കുവാനായിട്ട് അവിടുന്ന് അവർക്ക് കഴിയണം എന്നുള്ളതാണ് കർത്താവിന്റെ വലിയതായ ഈ സതുപദേശമായ ഈ വചനത്തിൽ കൂടി നമ്മെ ഓർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവന്റെ രാജ്യത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അത് തെരഞ്ഞെടുത്തിരിക്കുകയാണ്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ വാസസ്ഥലത്തെ നമ്മൾ അവകാശമാക്കണമെങ്കിൽ കർത്താവിന്റെ മക്കളായി, പ്രിയ മക്കളായി ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ലോകം മുഴുവൻ നേടിയാലും ഒന്നും തന്നെ പോകുവാൻ കഴിയുകയില്ല. ഇപ്പൊ നമ്മൾ കാണുന്നതാണ്, ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെടുത്ത് ഓരോരുത്തര് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? വെറും നിസ്സാരമായ ഒരു പെട്ടിമാണ്. ആ പെട്ടിയെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അത് എങ്ങനെയെങ്കിലും
മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവം മനുഷ്യനെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയൊന്നും ഇന്നത്തെ ലോകത്തിൽ ആരോടെങ്കിലും പറഞ്ഞാൽ അവർക്കൊന്നും അത് കേൾക്കത്തില്ല, അവർക്കൊന്നും മനസ്സിലാവില്ല. അതുപോലെ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായ അനുഭവമാണ് ഇന്ന് ലോകത്തിൽ ഏത് അവസ്ഥയിലും കാണാൻ സാധിക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നു എന്താണ്? അനേക വാസ്തവങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു 33 വയസ്സ് വരെയും ഈ ലോകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ 3.5 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി അനേക ആത്മാക്കളെ നേടുവാൻ, അനേക ആത്മാക്കളെ സൗഖ്യമാക്കുവാൻ, അനേക ആത്മാക്കളുടെ പാപങ്ങളെ രക്ഷിപ്പാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും ലോകത്തിൽ അതുപോലെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് അനേക തരത്തിലുള്ളതായ കാര്യങ്ങളിൽ കൂടിയാണ്. മനുഷ്യനായിട്ട് ജീവിച്ച്, മനുഷ്യൻ പ്രവർത്തിച്ച്, മനുഷ്യന്റെ ജീവിതം ധന്യമാക്കി തീർക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അല്ലെങ്കിൽ ചെറുതായ കാര്യങ്ങളൊന്നുമല്ല നാം പ്രവർത്തിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കി അവനുണ്ടാകാൻ നിരത്തി വയ്ക്കുവാൻ നമുക്ക് കഴിയണം. നമ്മെ വിളിക്കുമ്പോൾ നിന്നെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ എത്രമാത്രം ചെയ്തു എന്നുള്ളത് സത്യം നമ്മൾ ഓരോന്നും ദൈവത്തിന്റെ മുൻപാകെ നിരത്തി വെച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഭവനത്തിന്റെ ചുമതല, കുഞ്ഞുങ്ങളുടെ ചുമതല, നമ്മളെ വരവേൽപ്പിച്ചതായ അനേക കാര്യങ്ങൾ, ഇതൊക്കെയുണ്ട്. ഏൽപ്പിക്കുന്ന ഏത് കാര്യമായിരുന്നാലും അത് വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് ഇടയായിട്ടുണ്ട്. ആ വിശ്വസ്തതയാണ് നമ്മെ ഫലകരമായ രീതിയിൽ കൊണ്ടുചെന്ന് നല്ല നിലയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വാസസ്ഥലത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുക്കമുള്ള അനുഭവമായി നമ്മൾ മാറണം. ഒരുക്കപ്പെട്ട മക്കളായി ജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഓടുവാനായിട്ട് കഴിയുകയുള്ളൂ. അവൻ കർത്താവ് വരും എന്നുള്ള വലിയ പ്രത്യാശ ഇന്ന് തിരുവനന്തപുരത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും വായിക്കുന്നവർക്ക് മനസ്സിലാവും. കർത്താവിന്റെ വരവ് വാസനമായിരിക്കുന്നുവെന്ന് ലോകസമൂഹം നമ്മളെ എപ്പോഴും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക തരത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഏതെല്ലാം വിധത്തിലുള്ള കാര്യമാണെന്ന് വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല. എന്താണെന്ന് അനേക കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായി നമ്മൾ എടുത്തു നോക്കുമ്പോൾ കർത്താവ് വരുവാനുള്ള കാലയളവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കള്ളങ്ങളുടെ ഏരിയമാണെന്ന് ആർക്ക് പറഞ്ഞുകൂടാ. അതുപോലെ മനുഷ്യപുത്രൻ വരുമെന്ന് കർത്താവ് നമ്മെ എപ്പോഴും ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം ഏത് സമയമാണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. അതായത് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ കൂടി പറയുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ വിവാഹത്തിന് കഴിയും നടത്താനുള്ള ക്രമീകരണം ചെയ്തിരിക്കും, നിങ്ങൾ വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് വലിയ കെട്ടിടങ്ങളൊക്കെ വെച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എല്ലായിടത്തും ഇത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കർത്താവ് വരുമ്പോൾ അത് ഏത് യാമമാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ യാമത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായി വിളക്കുകളുടെ അന്ത്യകന്യമായ പോലെ ഒരുക്കപ്പെട്ടവരായി 10 പേര് പോയെങ്കിൽ 5 പേര് തള്ളപ്പെട്ടു, 5 പേര് രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ കർത്താവ് വന്നപ്പോൾ അവർ വിളക്കിലെണ്ണയിൽ തെളിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽപ്പാനായിട്ട് അവിടെ നിന്നു. കർത്താവ് വന്നപ്പോൾ അവരെ വിളിച്ച് മണികളിലേക്ക് പ്രവേശിപ്പിച്ചു. അടുത്ത 5 പേര് വന്നപ്പോൾ ഞാനിവിടെ അറിയുന്നില്ല എന്ന ശബ്ദമാണ് അവരെ കേൾക്കുവാൻ ഇടയായത്. ഇതാണ് മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായ അനുഭവം. വളർച്ചയിൽ വരുമ്പോൾ നമുക്ക് എപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതം? അനുഗ്രഹപ്രദമായ രീതിയിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അവരുടെ വാസ്തവത്തിലേക്ക് ചെന്നെത്തുവാൻ നമുക്ക് ഇടയായിത്തീരും. അതുകൊണ്ട് വിശ്വസ്ത സാക്ഷികളായി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ഇടയായിട്ടുണ്ട്. ചെറുതായാലും വലുതായാലും ഏത് കാര്യമായിരുന്നാലും വിശ്വാസത്തിന്റെ തീഷ്ണത മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായിത്തീരണം. എല്ലായ്പ്പോഴും ചിലപ്പോൾ അത് നടന്നു വരികയില്ല എന്ന് ഓരോന്നും ചിന്തിക്കാം. പക്ഷേ എല്ലായ്പ്പോഴും വിശ്വാസത്തിന് ആ വലിയതായ സന്തോഷം പ്രാപിച്ചുകൊണ്ട് വിശ്വസ്ത സാക്ഷികളായി ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ
ഒരിക്കലും അത് വില പോവുകയില്ല. കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വം കാണുമെങ്കിൽ വിശ്വസ്ത സാക്ഷികളായി പ്രവർത്തിപ്പാൻ നമുക്ക് ഇടയായി തീരണം. അപ്പോൾ മാത്രമേ അവന്റെ വലിയതായ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഒരുക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഒരുക്കപ്പെട്ട ആത്മാക്കളായി പ്രവർത്തിക്കുമ്പോൾ അവൻ ഈ പറയുന്നതായ സത്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അനേക വാസ്തവങ്ങളുണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം കൊടുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ചേർക്കേണ്ടതിന് ഇതേയും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തു. കർത്താവ് വരുമ്പോൾ നമ്മെ ചേർക്കുവാനായിട്ട് ഇതാ കാത്തിരിക്കുന്നു. കർത്താവ് ഒരു മനുഷ്യരെയും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നിത്യരോടൊത്ത് കാണണം എന്നുള്ളതായ സത്യമാണ് ആ കർത്താവിന്റെ തിരുവനന്തപുരത്ത് കൂടുതൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സമയം തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ സന്ദർഭങ്ങളുണ്ട്, എല്ലാ കാര്യത്തിലുമുണ്ട്. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് എത്ര സമയം തിരഞ്ഞെടുക്കും, നാം എത്ര സമയം അത് ഉപയോഗിക്കും എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് നോക്കുന്നത്. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കഴിഞ്ഞു കൂടുന്നവര്, ലോകമൈത്യം വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവര്, സമ്പത്തിൽ ആശ്രയിക്കുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊന്നും ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സമ്പത്ത് എപ്പോഴും അവർ സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കും. സമ്പത്തിലാണ് ആശ്രയിക്കുന്നത്. സമ്പത്ത് വേണം, ഇല്ലാതിരിക്കാൻ പറ്റില്ല, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നാൽ അതിൽ മയപ്പെട്ട് ജീവിക്കുന്നതായ അനേക കാര്യങ്ങളുണ്ട്. എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതായ അവസരം എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ഈ സമ്പത്തിൽ ആശ്രയിച്ചു പോകും. എവിടെയാണ് സമ്പത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്, എവിടെയാണ് കാര്യങ്ങൾ ഓടിച്ചാൽ നമുക്ക് ജീവിതത്തിന്റെ ആ വലിയതായ പ്രത്യാശ ചെന്നെത്തുവാൻ കഴിയും. ഇതൊക്കെയാണ് മനുഷ്യൻ നോക്കുന്നത്. അതിനപ്പുറമായിട്ട് ഒരു രാജ്യം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. നിത്യയുടെ ക്രമവും നമുക്ക് കർത്താവ് തേടിയിരിക്കുന്നു. അത് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ അവൻ എനിക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വം കാണുവാൻ നമുക്ക് ഇടയാകണമെങ്കിൽ നാം എന്താണ് വിശ്വസ്ത സാക്ഷികളായി ദൈവമയത്തിൽ ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചെറുതായാലും വലുതായാലും ഏത് കാര്യമായിരുന്നാലും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് കഴിയണം. ഉറപ്പും ധൈര്യമുള്ളവരായി പ്രവർത്തിപ്പാൻ ഇടയാക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ കഴിയണമെങ്കിൽ നമുക്കൊരു ഉറപ്പ് വേണം. എനിക്ക് കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വം കാണുവാൻ കഴിയണം എന്നുള്ളതായ ആ പരിസരത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ സന്നിധിയിലേക്ക് ചെന്നെത്തുവാൻ കഴിയൂ. വിശ്വസ്ത സാക്ഷികളായി പ്രവർത്തിപ്പാൻ കഴിയുന്നവർക്ക് മാത്രമേ ദൈവത്തോട് യാചന കഴിപ്പാൻ കഴിയൂ. നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നവരായി തീരുവാനായിട്ടുള്ള ഒരുക്കത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നതായ അനുഭവം അത്രമാത്രം അത് മഹനീയമായ അനുഭവമാണ്. അത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, സകലകാലവും ഈ പത്രമാത്രം അനുഗ്രഹപ്രദമാണ്. ചേർന്ന് നടക്കുന്നതായ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒരു പ്രത്യാശ നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യാശയുടെ മുന്നിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിന്റെ അവകാശത്തിന് എണ്ണപ്പെട്ട മക്കളായി പ്രവർത്തിപ്പാൻ മനുഷ്യരുടെ വർഗം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് ചേർന്ന് നടക്കുവാനായിട്ടും നമുക്ക് ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ ഈ നാളുകളിൽ നമ്മെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അവനോട് ചേർന്ന് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചിലവഴിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഞാൻ എപ്രകാരമായിരിക്കുന്നു, എന്റെ ഹൃദയത്തിലെ നിരൂപണം എപ്രകാരമായിരിക്കുന്നു, എന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു, തന്നെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാകണമെങ്കിൽ, ഒരു പുതിയ ആത്മാവായി പ്രവർത്തിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നതായ പാപ വഴികൾക്കൊക്കെയും നമ്മൾ മോചനം നൽകണം. നമ്മൾ ഓരോ